നമസ്കാരം പ്രിയമുള്ളവരെ. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഈ സന്ദർശനം അറുതി വരുത്തും എന്ന ശുഭപ്രതീക്ഷയിലാണ് ലോകം. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നു. തന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ വിഖ്യാതമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ലോക സമാധാനം കൊണ്ടുവരുമെന്ന രീതിയിലൊക്കെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. ലോകം, പ്രത്യേകിച്ചും അറബ് മാധ്യമങ്ങൾ ഒരുപക്ഷെ ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനത്തെ അമേരിക്ക അനുകൂലിക്കുന്നു എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം സൗദി അറേബ്യ സന്ദർശന വേളയിൽ ഉണ്ടായേക്കാം എന്ന ശുഭപ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ചും അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ പിന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല. കാരണം പതിറ്റാണ്ടുകളായി ഈ ഫലസ്തീൻ അനുകൂല പ്രമേയങ്ങളെയൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ ചെയ്യുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്ക തന്നെ ആ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പരിപൂർണമായും സ്വതന്ത്രത്തിലേക്ക് നടന്നെടുക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഗൾഫ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് മഹമ്മൂദ് അബ്ബാസ് ഫലസ്തീൻ പ്രസിഡന്റുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ കൂടിക്കാഴ്ച നടത്തും എന്ന വാർത്ത പുറത്തു വരികയാണ്. അബ്ദുള്ള രാജാവ്, ജോർദാൻ, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത അൽ സിസി എന്നീ രണ്ട് പശ്ചിമേഷ്യൻ ഭരണാധികാരികളെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള എല്ലാ പശ്ചിമേഷ്യൻ ഭരണകർത്താക്കളുമായി ഡൊണാൾഡ് ട്രംപ് ഈ അവസരത്തിൽ ചർച്ച നടത്തുന്നുണ്ട് എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായിട്ട് ഒരു ചർച്ച ഡൊണാൾഡ് ട്രംപ് നടത്തും എന്ന രീതിയിൽ വലിയ വിശകലനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച വഴിതെളിക്കുക ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനത്തിലേക്കായിരിക്കും എന്ന വലിയ നിഗമനം ഈ അവസരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രശസ്തരായ യുദ്ധകാര്യ വിദഗ്ധരും നയതന്ത്രജ്ഞരും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ ഗസ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം എന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് കുറച്ച് വ്യാപാര ലക്ഷ്യങ്ങളുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഡൊണാൾഡ് ട്രംപ് വലിയ പ്രഖ്യാപനം തന്നെ നടത്തും എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. പ്രത്യേകിച്ചും നേരത്തെ എബ്രഹാം കരാർ നടപ്പാക്കണമെന്നൊക്കെയുള്ള അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക്, അല്ലെങ്കിൽ ഇസ്രായേലും സൗദിയും തമ്മിൽ നയതന്ത്ര ബന്ധം ഒക്കെ പുലർത്തണമെന്ന അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് സൗദി വ്യക്തമായി തന്നെ മറുപടി നൽകിയിരുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം, ഖുദ്സ് തലസ്ഥാനമായി ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം നിലവിൽ വരാതെ ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവും പുലർത്തില്ല എന്ന് സൗദി അവരുടെ നിലപാടുകൾ ഉറച്ചു നിന്നു. ആ നിലപാടുകൾ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് സൗദിയുടെ ശ്രമഫലമായി ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നു എന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ലോകമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ ഖത്തറിൻ്റെയും UAEയുടെയും ഒക്കെ നിലപാടുകൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവരുടെയൊക്കെ സംയുക്തമായ നിലപാടുകൾ ഒരുപക്ഷെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് നിദാനമായിരിക്കാം എന്ന വലിയ യാഥാർത്ഥ്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ ഖത്തർ അവരുടെ ഏറ്റവും വിഖ്യാതമായ 7478 എന്ന് പറയുന്ന വിമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വിമാനമാകാൻ സമ്മാനമായി നൽകുന്നു എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. $400 മില്യൺ ചിലവുള്ള ഈ വിമാനം ഖത്തർ സ്നേഹസമ്മാനമായി നൽകിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. ഖത്തർ രാജവംശവും തുർക്കി ഭരണത്തലവന്മാരും ഒക്കെ യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്നതാണ് ഈ വിമാനം എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ആണവായുധങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ സജ്ജമായി കഴിഞ്ഞാൽ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വാഹനമാകും എന്ന രീതിയിലുള്ള ചർച്ചകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ട് അമേരിക്ക പാലസ്തീനൊപ്പം ചേരുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ ആശംസ അറിയിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് ഇസ്രായേലി ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു എന്ന വാർത്ത, ഇസ്രായേലായിരുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമായി പരിഗണിക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് ആദ്യം സന്ദർശിക്കുന്ന രാജ്യം സൗദി ആകുകയാണ്. ഒപ്പം തന്നെ ഈ അവസരത്തിൽ പശ്ചിമേഷ്യയിൽ അദ്ദേഹം ഒട്ടനവധി രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ചിരകാല സുഹൃത്തായ
ഇസ്രായേൽ അദ്ദേഹം സന്ദർശിക്കുന്നില്ല എന്നതും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. അതിനൊരു പ്രധാന കാരണമായി മാധ്യമങ്ങളും പ്രത്യേകിച്ചും അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളുമൊക്കെ പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വാർത്ഥ നിലപാടുകളാണ്. അഥവാ ഡൊണാൾഡ് ട്രംപിന് മനസ്സിലാകുന്നു തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെ വലിയ നിഗമനങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. എന്തായാലും പതിറ്റാണ്ടുകൾ നീണ്ട ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടം, പതിനായിരങ്ങൾ ജീവൻ ബലി നൽകിയ ആ പോരാട്ടം ശുഭകരമായ പരിസമാപ്തിയിലേക്ക് കടക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നിഷേധനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലി അമേരിക്കൻ അംബാസിഡറൊക്കെ പറയുന്നത് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ദീർഘകാല സൗഹൃദ രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ഇസ്രായേലിനേക്കാൾ പ്രിയപ്പെട്ട രാജ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര പാലസ്തീൻ എന്ന് പറയുന്നത് വെറും ചർച്ച മാത്രമാണ് എന്ന നിഗമനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോൾ തന്നെ കൂടുതൽ സാധ്യത ഒരുപക്ഷെ സ്വതന്ത്ര പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രഖ്യാപനത്തിനായിരിക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. പ്രത്യേകിച്ചും മുഹമ്മദ് അബ്ബാസും ഫലസ്തീൻ പ്രസിഡന്റും ഒപ്പം ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റും സൗദിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെയുള്ള സാധ്യതകളിലേക്കാണ് ലോകം വിരൽ ചൂണ്ടുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ് ഹൂതികളുമായിട്ടുള്ള വെടിനിർത്തൽ, അതുപോലെ ഇറാൻ അമേരിക്ക ആണവായുധ നിരോധന ചർച്ച. രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ ഒരിക്കലും അമേരിക്ക ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല. ഏകപക്ഷീയമായ അമേരിക്ക ഒമാന്റെ മധ്യസ്ഥതയിൽ എടുത്ത തീരുമാനങ്ങളായിരുന്നു ഇത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. എപ്പോഴും അമേരിക്കയും ഇസ്രായേലുമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ ദീർഘമായ ചർച്ചകൾ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അമേരിക്കയിലെ ജൂത ലോബിയുടെ അനുവാദത്തോടു കൂടി മാത്രമായിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ അമേരിക്ക തീരുമാനമെടുത്തിരുന്നത്. അതിൽ നിന്ന് വലിയ വ്യതിയാനം ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നത് വലിയ ഒരു മാറ്റം അന്തർദേശീയ തലങ്ങളിൽ നടക്കുന്നു എന്നതിന് ഉദാഹരണമായി തന്നെയാണ് ലോകമാധ്യമങ്ങൾ വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഉയർന്ന ഒരു സാമ്പത്തിക ഭദ്രത ഒരു നിക്ഷേപമായി വരുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ വലിയ നിക്ഷേപങ്ങൾ സ്വപ്നം കാണുന്നു. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ അത് സാധ്യമാകുന്നു എന്ന നിഗമനത്തിലേക്ക് അമേരിക്ക എത്തുന്നു. തൽക്കാലം ഇസ്രായേലിനെ കൈവിടുന്നതാണ് നല്ലത് എന്ന ഒരു ചിന്തയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റും നീങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നത്. പക്ഷേ ചില സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഇവിടെ പാലുകാച്ച് അവിടെ കല്യാണം എന്ന് പറയുന്നത് പോലെ ഈ അവസരത്തിൽ ചർച്ചകൾ ഫലസ്തീൻ്റെ സ്വതന്ത്രത്തിലേക്ക് നയിക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സമയത്ത് തന്നെ ഹുദൈദ തുറമുഖത്ത് ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായ ഒരു ദിനമായിരുന്നു മെയ് 6. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ താറുമാറാക്കിക്കൊണ്ട് 2023 യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായി ഇറാൻ്റെ ഒരു ഇറാൻ്റെ മിസൈലുകൾ നേരത്തെ പതിച്ചിട്ടുണ്ട് എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ പ്രോക്സി ഗ്രൂപ്പുകളുടെ അതിൽ ഒന്നിൻ്റെ ഹൂതികളുടെ മിസൈലുകൾ പതിക്കുന്നു ബെൻ ഗുരിയൻ എയർപോർട്ടിൽ. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ അപമാനകരമായിരുന്നു. അതിന് പ്രതികാരം ചെയ്യുവാൻ ഇസ്രായേൽ സന്നദ്ധമാണ് എന്ന രീതിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ഒക്കെ പ്രസ്താവനകൾ ഉണ്ടാകുന്നു. എന്തായാലും യമനിൽ അവരുടെ ആക്രമണം തുടരുന്നു എന്ന വാർത്ത, പ്രത്യേകിച്ച് ഹുദൈദ തുറമുഖത്ത് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.